എൻ്റെ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പൂർണ്ണമായ അറിവ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നമ്മെ നിറയ്ക്കും എന്നതിനെക്കുറിച്ചാണ് ലേഖനത്തിൽ പറയുന്നത്. ഇതില്ലാത്തവൻ അന്ധനും ഹ്രസ്വദൃഷ്ടിയുമാകും. അവൻ്റെ ഉള്ളിൽ നിന്ന് സകല തിന്മകളും പുറത്തേക്ക് വരും. പുറത്തുനിന്നുള്ളതല്ല അവനെ ചീത്തയാക്കുക, അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സകല തിന്മകളും അവൻ സ്വരുക്കൂട്ടും. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഈശോയോട് അവിടുന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ നമുക്ക് ചോദിക്കാം. ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകാനാവുകയില്ല എന്ന് പറഞ്ഞല്ലോ. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് നല്ലവ പുറത്തേക്ക് വരുവാൻ, നല്ലത് പറയാൻ, നല്ലത് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. അലസൻ്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണ്. അതിനാൽ ജാഗ്രതയോടെ ആയിരിക്കാം. നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ പലതും കാണാനും കേൾക്കാനും രസിക്കാനും സന്തോഷമുള്ള കാര്യങ്ങളിൽ പങ്കുകൊള്ളാനുമൊക്കെ നാം ഈ നോമ്പ് കാലങ്ങളിലും ചിലപ്പോഴൊക്കെ മുഴുകിപ്പോകാറുണ്ട്. നമ്മുടെ അവബോധ മനസ്സിനെയും ബോധ മനസ്സിനെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ആ തിരുക്കാസായിൽ നാളത്തെ ബലിയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വന്നുപോയിട്ടുള്ള പിഴവുകളെ സമർപ്പിക്കാം, മാപ്പ് അപേക്ഷിക്കാം. നമുക്ക് വേണ്ടി മരിച്ച്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സഹിച്ച് ക്ഷമിച്ച് നമ്മളാൽ കഴിയുന്നതെല്ലാം നന്മയായി പുറത്തേക്ക് വരുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കും. അതിനായിട്ടാണ് അവിടുന്ന് കുരിശിൽ മരിച്ചത്, നോമ്പെടുത്തത്, സഹിച്ചത് എല്ലാം. നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം. ഈശോയോട് നന്ദിയോടെ നാളത്തെ ദിവ്യബലിയിൽ കൃതജ്ഞതാപൂർവം പങ്കുകൊള്ളാം. നമുക്ക് ഈ ഗാനത്തോട് ചേരാം. വ്യർത്ഥമായി പോയോരെൻ്റെ ജീവൻ അർത്ഥവും രൂപവും വാക്കുകളില്ല നന്ദി ചൊല്ലുവാൻ കാഴ്ചയേകാം എൻ്റെ മാനസം.